Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സ്വകാര്യ ബസ് സമരം തീർപ്പായി 2 വർഷത്തെ കരാറാണായിരിക്കുന്നത്. അങ്കമാലി കാലടി മേഖലയിലെ ഗതാഗത കുരുക്ക് മൂലം സർവീസ് വളരെയേറെ പ്രതിസന്ധിയിലാണെങ്കിലും യാത്രക്കാരായ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും പ്രതിബദ്ധത കണക്കിലെടുത്ത് വളരെയേറെ നഷ്ടം സഹിച്ചാണ് ഈ ഒത്തുതീർപ്പിന് ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ തയ്യാറായത്. അങ്കമാലി, അത്താണി, കാലടി, കൊരട്ടി മേഖലയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ വേതന വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് തരികയുണ്ടായി അസോസിയേഷന്. നിലവിൽ അവരുടെ വേതന വർധനവുമായുള്ള എഗ്രിമെൻറ്റ് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ മാസം അവസാനിച്ചതാണ്. അവർ കൂലി വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് തന്നു. ആ നോട്ടീസ് തന്നത് ഈ വർഷം മെയ് മാസത്തിലാണ് അവർ 3 യൂണിയനും കൂടി സംയുക്തമായിട്ട് ഈ മേഖലയിലെ കൂലി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനയെ സമീപിച്ചത്. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കഴിഞ്ഞ മാസം ഒരു സൂചന പണിമുടക്ക് ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ നേതൃത്വവുമായി സംഘടനാ ഭാരവാഹികൾ ചർച്ച നടത്തി ഈ മേഖലയിൽ ബസ് ഉടമകളും ബസ് ജീവനക്കാരും അനുഭവിക്കുന്ന പ്രതിസന്ധി യൂണിയൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ഒരു സാഹചര്യം വന്നു. കാരണം ഇന്ന് അങ്കമാലിയിലും കാലടിയിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് കാരണം ഒരു ദിവസം പോലും ഒരു ബസ്സിന് കൃത്യമായിട്ട് അവരുടെ ട്രിപ്പുകൾ പൂർത്തിയാക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം ജീവനക്കാർക്കും അറിയാം, ഈ പ്രദേശത്തുള്ള യാത്രക്കാർക്കും അറിയാം, ബസ് ഉടമകൾക്കും അറിയാം, ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും അറിയാം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ ബസ് ഉടമകളും ജീവനക്കാരും വളരെയേറെ പ്രതിസന്ധിയിലാണ്. ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ട്രിപ്പുകൾ കട്ടാവുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ, അങ്കമാലിയിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ട്രിപ്പുകൾ കട്ടാവുമ്പോൾ, കാലടിയിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്ന വണ്ടികളുടെ ട്രിപ്പുകൾ കട്ടാവുമ്പോൾ യാത്രക്കാരും അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ കുട്ടികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ബസ് ജീവനക്കാരും തമ്മിലുള്ള സംഘർഷാവസ്ഥ നിലവിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് ഈ മേഖലയിലുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഒരു വിഷയം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 13 വർഷക്കാലമായി വിദ്യാർത്ഥികളുടെ പൈസ നിലവിൽ 1 രൂപ, 2 രൂപ, 3 രൂപ എന്നുള്ളത് നിശ്ചയിച്ചിട്ട് അതിൽ നിന്നൊരു മാറ്റം വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫെഡറേഷൻ തലത്തിൽ സർക്കാരിന് മുമ്പിൽ നിവേദനങ്ങളും പ്രക്ഷോഭ പരിപാടികളും നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു പരിഹാരം കാണുവാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഉടനെ തീരുമാനമാകും എന്നാണ് ഞങ്ങളുടെ നിഗമനം. DLO ഈ വിഷയം പരിഹരിക്കാൻ പലതവണ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും വിഷയം പരിഹരിക്കാൻ സാധിച്ചില്ല. ഉടമയുടെ സംഘടനയെ സംബന്ധിച്ച് ഈ വരുമാനത്തിനനുസരിച്ച ജീവനക്കാർക്ക് നൽകുവാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഉദ്ദേശശുദ്ധി കൊണ്ടും ഈ വിഷയം പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ DLOന്റെ മധ്യസ്ഥയിൽ തീരാതെ വന്നതിൻ്റെ സാഹചര്യത്തിൽ ഇന്ന് ഞായറാഴ്ച 14-ാം തീയതി 11 മണിക്ക് അങ്കമാലി മേഖലയിൽ ഒരു ക്രമസമാധാന വിഷയം ആവർത്തിക്കരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്കമാലി SHOയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയ യൂണിയൻ പ്രതിനിധികളും ബസ് ഉടമ സംഘടനകളും ഭാരവാഹികളും തമ്മിലുണ്ടായ ചർച്ചയിൽ സമരം ഇന്ന് ഒത്തീർപ്പായ വ്യവസ്ഥ നാളെ മുതൽ 1 വർഷക്കാലം 3 ജീവനക്കാർക്ക് 250 രൂപയുടെ വർധനവും 1 വർഷത്തിന് ശേഷം 250 രൂപയുടെ കൂടെ 50 രൂപയുടെ വർധനവും അങ്ങനെ 350 രൂപയുടെ വർധനവും ആണ് 2 വർഷത്തേക്ക്
തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നാളെ മുതൽ ഒരു വർഷക്കാലത്തേക്ക് 3 ജീവനക്കാർക്ക് 250 രൂപയും അതിനുശേഷം വരുന്ന ഒരു വർഷത്തേക്ക് 100 രൂപയുടെ വർധനവ് 250 രൂപയുടെ കൂടെ കൂട്ടി 350 രൂപയുടെ വർധനവ് നൽകുവാൻ തീരുമാനിച്ചു. അത് 3 യൂണിയനും അംഗീകരിച്ചു, അസോസിയേഷൻ അംഗീകരിച്ചു, എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രാബല്യത്തിലാവും. ഈ ദിവസങ്ങളിൽ നടന്ന ബസ് സമരവുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിനൊന്നും ബസ് ഉടമ സംഘടനകളോ ഉടമകളോ ഉത്തരവാദികളല്ല എന്നും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. ഈ സമരത്തിനോടനുബന്ധിച്ച് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളല്ല ഇതിന് ഉത്തരവാദി. ഈ വ്യവസായം സ്വയം തൊഴിലിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറച്ച് വ്യക്തികളുടെ ഈ പ്രതിസന്ധിയും ഈ വ്യവസായം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോടും ഒരു വെല്ലുവിളിയും ഇല്ല, ഒന്നുമില്ല. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി.